Marxist literary theory. So, in order to understand Marxist literary theory, first of all, we need to understand what is Marxism. What is basically Marxism is, what are the basic principles of Marxism are. So Marxism, as you know, it is a materialistic philosophy which tries to interpret the world based on economic principle. So as any other theory, it tries to interpret the world. It tries to find out the truth behind the world and underline the term economic principle. So Marxism is based on economics. While other philosophies try to understand the world, Marxism tried to change it. That is, as like any other philosophy, Marxism tried to understand the world, understand the truth behind the world, and understand the flow of the world. But what makes Marxism different from other philosophies? Marxism tried to change it. The philosophers have only interpreted the world in various ways. The point is to change it. That is, ചരിത്രാതീത കാലം മുതൽ തന്നെ ലോകത്തിന് പിന്നിലുള്ള സത്യം അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് തിയറികൾ, ഒരുപാട് പഠനങ്ങൾ, ഫിലോസഫികൾ, മതങ്ങൾ, ഇസങ്ങൾ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. മാർക്സിസം അതുപോലെയുള്ള ഒരു പഠനമാണ്, അതുപോലുള്ള ഒരു തിയറി തന്നെയാണ്. അതേസമയം ഇതിൽ നിന്ന് മാർക്സിസം വ്യത്യാസപ്പെടുന്നത്, മാർക്സിസം ഒരേ സമയം ഇത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അതേസമയം ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ മാർക്സിസം is at the same time a economic philosophy and at the same time a political movement. അതുകൊണ്ടാണ് മാർക്സിസം ഒരു തിയറി ആവുന്നത്, അതേസമയം തന്നെ ഒരു മൂവ്മെന്റ് ആയി മാറുകയും ചെയ്യുന്നത്. And as you know, Marxism is a school of thought founded by Karl Marx and Friedrich Engels. Both of them were German philosophers. And the base of Marxism is Communist Manifesto, written in 1848 jointly by Karl Marx and Friedrich Engels. According to Marxism, society progressed through struggle between two opposite forces. And this struggle resulted in social transformation. മാർക്സിസം പ്രകാരം സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘട്ടനങ്ങളിലൂടെയാണ്. ചരിത്രാതീത കാലം മുതൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ എക്കാലത്തും സംഘട്ടനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആ സംഘട്ടനമാണ് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. സിംപ്ലി, as I said in earlier classes, എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഒരു ഇന്റേണൽ ഡയലക്റ്റിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. As I said, atomic forces is having an internal conflict, an internal fight is happening in molecular energy. So like that, in every society we have an internal dialectical contradiction which primarily cause motion. ഈ ഒരു ഫൈറ്റ് ചലനത്തിന് കാരണമാവുന്നു. ആൻഡ് ദിസ് മോഷൻ റിസൾട്ട് ഇൻ ചേഞ്ച്. ഈ ചലനമാണ് മാറ്റത്തിന് കാരണമാവുന്നത്. ആൻഡ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ഡെവലപ്മെന്റ്. ആൻഡ് ഈ മാറ്റമാണ് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും കാരണമാകുന്നത്. സോ സിംപ്ലി, മാർക്സിസം tried to say that history is made through this class struggle. ഈ രീതിയിലുള്ള സ്ട്രഗിളിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് മാർക്സിസം പറയുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. സോ ചരിത്രത്തെ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഫൈറ്റിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പഠിക്കുന്ന ആ ഒരു പഠനത്തിനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അഥവാ ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്നത്. സിംപ്ലി, ചരിത്രം ഉണ്ടായിട്ടുള്ളത്, ഇവിടെ മനുഷ്യ ചരിത്രം ഉണ്ടായിട്ടുള്ളത്, എക്കാലത്തും മനുഷ്യ ചരിത്രത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഫൈറ്റിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയുന്ന ആ രീതിയിൽ ചരിത്രത്തെ പഠിക്കുന്നതിനാണ്, ആ രീതിയിൽ സമൂഹത്തെ പഠിക്കുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനാണ് മാർക്സിസം ശ്രമിക്കുന്നത്. അപ്പോൾ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബേസിക്കലി ഇവിടെ ഒരു പ്രശ്നം വേണം. അവിടുത്തെ പ്രശ്നം എന്താണ്? The problem is exploitation, oppression. So throughout the history, one class is oppressing the other class, or one class is exploiting other class. As I said, during feudal period, the tension was between feudal landlords and peasants. അല്ലെ, ഫ്യൂഡൽ പീരീഡിൽ കുടിയാന്മാരും ജമ്മിമാരും തമ്മിലായിരിക്കും സ്ട്രഗിൾ നടന്നിട്ടുണ്ടാകുക. ഇൻഡസ്ട്രിയൽ ഏജ് വരുമ്പോൾ വി ഹാവ് ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ് ഓർ ദ ബൂർഷ്വാ ക്ലാസ് ആൻഡ് പ്രോലിറ്റേറിയറ്റ് ക്ലാസ്, ദാറ്റ് ഈസ് വർക്കിംഗ് ക്ലാസ്. അല്ലെങ്കിൽ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വി ഹാവ് സവർണ ആൻഡ് അവർണ. സോ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി
there happens an internal fight between these two classes, and this fight between these two classes Marx called as class struggle അഥവാ വർഗ സമരം എന്നാണ് മാർക്സ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. ആൻഡ് ഈ സമരങ്ങളിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. And ഈ classes is having a common interest. So working classന് ഒരു common interest ഉണ്ടാവും, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന് ഒരു common interest ഉണ്ടാവും. അവരുടെ ഇൻട്രസ്റ്റുകൾ, അവരുടെ താല്പര്യങ്ങൾ ഒന്നായിരിക്കും എന്ന് കൂടി മാർക്സ് പറയുന്നുണ്ട്. So I am just recalling all this point. That is, we have two socio-economic divisions, class division. ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. That is bourgeois class and proletariat class. So bourgeois class means the dominant class, the owning class, the owner of the factories, owner of industries, and the upper class. And the working class, that is proletariat, that is one who is working for them. തൊഴിലാളി വർഗവും മുതലാളി വർഗവും, ഈ രീതിയിലുള്ള രണ്ട് വിഭാഗങ്ങൾ, രണ്ട് വർഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇവർ തമ്മിലുള്ള ഫൈറ്റ്, ദാറ്റ് ഈസ് ക്ലാസ് സ്ട്രഗിൾ കൺസ്ട്രക്ട് ഹ്യൂമൻ ഹിസ്റ്ററി എന്നാണ് മാർക്സ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാർക്സിസം. ആൻഡ് ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ എന്താണ് ഇതിന്റെ റിസൾട്ട്? മാർക്സ് പറയുന്നു, മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? തൊഴിലാളികൾ സംഘടിക്കുന്നു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ തൊഴിലാളികളെ സംഘടിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യുന്നു. ആ സമരത്തിന്റെ അവസാനം ഒരു വിപ്ലവം വരുന്നു, റെവല്യൂഷൻ വരുന്നു. അങ്ങനെ ഒരു റെവല്യൂഷൻ വരുമ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് സോഷ്യലിസമാണ് എന്നാണ്. ക്ലാസ് സ്ട്രഗിളിന്റെ അവസാനം ഇവിടെ വരേണ്ടത് സോഷ്യലിസമാണ്. സോ വാട്ട് ഇസ് സോഷ്യലിസം? Socialism is simply social ownership in the means of production and workers self-management. That is, ഇവിടെ ചൂഷണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. എല്ലാ കാലത്തും മുതലാളിമാർ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രീസിൽ മുതലാളിമാരാണ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സ്. ഇവർക്ക് ശമ്പളം അല്ലെങ്കിൽ വെയ്ജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേസമയം തന്നെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിൽ, ഒരു സോഷ്യലിസ്റ്റ് സ്വപ്ന രാജ്യത്ത് വർക്കേഴ്സ് സെൽഫ് മാനേജ്മെന്റ് ആണ് ഉണ്ടാകുക. തൊഴിലാളികൾ തന്നെ എന്ത് ചെയ്യും? തൊഴിലാളികൾ തന്നെ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ഇതിന്റെ ഓണർഷിപ്പ് സോഷ്യൽ ഓണർഷിപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു കാലമാണ് ക്ലാസ് സ്ട്രഗിളിന് ശേഷം ഇവിടെ വരേണ്ടത് എന്നാണ് മാർക്സ് പറയുന്നത്. ആൻഡ് വി ക്യാൻ സീ മെനി എക്സാമ്പിൾസ് ഓഫ് ദിസ് സോഷ്യലിസം ഇൻ അവർ കൺട്രി ടു. സോഷ്യൽ ഓണർഷിപ്പ് ക്യാൻ ബി പബ്ലിക്, കളക്റ്റീവ്, കോപ്പറേറ്റീവ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ മുതലാളിത്തത്തിനെതിരെ, ക്യാപിറ്റലിസത്തിനെതിരെ, ക്യാപിറ്റലിസം സിംപ്ലി മുതലാളിത്തം, അതായത് നമ്മളെ ഇവിടെയുള്ള പ്രൈവറ്റ് ഓണർഷിപ്പ് വരുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. ഇതൊക്കെ ക്യാപിറ്റലിസത്തിന്റെ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇൻ USA all these things are private, അല്ലെ? USA കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആണ്. ബട്ട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി കൂടിയാണ്. പൂർണ്ണമായും സോഷ്യലിസം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇന്ത്യ ഇസ് എ സോഷ്യലിസ്റ്റിക് കൺട്രി. എങ്ങനെയാണ് ഇവിടെ സോഷ്യലിസം നടപ്പിലാക്കുന്നത്? വി ഹാവ് പബ്ലിക് ഹോസ്പിറ്റൽസ്, വി ഹാവ് പബ്ലിക് സ്കൂൾസ്. ഇവിടെ ഗവൺമെന്റ് സ്കൂളുകൾ, ഗവൺമെന്റ് കോളേജുകൾ, ഗവൺമെന്റ് ആശുപത്രികൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ആൻഡ് സോഷ്യൽ ഓണർഷിപ്പ് ക്യാൻ ബി ഡൺ ബൈ പബ്ലിക്, കളക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി, കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളിലൂടെ നമുക്ക് സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റും. സിംപ്ലി യു നോ ദ എക്സാമ്പിൾ ഓഫ് നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബശ്രീ പോലുള്ള സഹകരണ സംഘങ്ങളുണ്ട്. ഇതൊക്കെ ഒരു സോഷ്യൽ ഓണർഷിപ്പാണ്. ഇതിന് ഒരു മുതലാളി ഉണ്ടാവില്ല, ഇവർ തന്നെയാണ് അതിൻ്റെ മുതലാളിമാർ, അല്ലെങ്കിൽ ഈ തൊഴിലാളികൾ തന്നെയാണ് അതിൻ്റെ മുതലാളിമാർ. അവർ പ്രോഫിറ്റ് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പങ്കിടലിനെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഓരോരുത്തർക്കും അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ബേസിക്കലി സോഷ്യലിസം. ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസുകൾ. ഇപ്പോൾ ബേസിക്കലി ഇന്ത്യൻ കോഫി ഹൗസ് എന്നല്ല, നമുക്കറിയാം കോഴിക്കോട് കണ്ണൂരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കോഫി ഹൗസുകളുണ്ട്. ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമുക്ക് ഒരു വലിയ തൊപ്പിയിട്ട് നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന വെയിറ്റർ ഉണ്ടല്ലോ, അദ്ദേഹവും അതിൻ്റെ ഓണറാണ്. ആ തൊഴിലാളിയും ഈ കോഫി ഹൗസിൽ ഷെയർ ഹോൾഡറാണ്. ഇതിന്റെ ലാഭവിഹിതമാണ് ആർക്ക് കിട്ടുക? ഈ തൊഴിലാളിക്ക് കിട്ടുക. ഇതിൽ ശമ്പളമോ വേജോ ഒന്നും അല്ല കിട്ടുക, ഇതിന്റെ ലാഭവിഹിതമാണ് കിട്ടുക. അപ്പോൾ ഈ രീതിയിലുള്ള സോഷ്യൽ ഓണർഷിപ്പിനാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്.
അപ്പൊ ഇത് മാത്രമല്ല മാർക്സിന്റെ സ്വപ്നം. ഇത് കഴിഞ്ഞാൽ മറ്റൊന്നും കൂടി വരേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിസം is the establishment of communist society, namely a socio-economic order structured upon the ideas of common ownership by the means of production and the absence of social classes, money and the state. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു പാത മാത്രമാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ സോഷ്യലിസത്തിന് ചെറിയ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇതൊന്നും പൂർണ്ണമായി സോഷ്യലിസ്റ്റ് ആണെന്നല്ല, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള കുറച്ച് എക്സാമ്പിളുകളാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒടുക്കം സമൂഹം എത്തിച്ചേരേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലേക്കാണെന്നാണ് മാർക്സ് പറയുന്നത്. ദാറ്റ് ഈസ് അതൊരു സ്വപ്നമാണ്. അത് നടക്കൂലോ എന്നുള്ളത് അടുത്ത കാര്യമാണ്. ബട്ട് കമ്മ്യൂണിസ്റ്റുകാർ വർക്ക് ചെയ്യുന്നത് ഒരു കോമൺ ഓണർഷിപ്പ് ഉള്ള ഒരു സമൂഹത്തിലേക്കാണ്. അവിടെ എന്തുണ്ടാവില്ല, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ ആർക്കും തന്നെ സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാവില്ല. എല്ലാം ഗവൺമെന്റിന് കീഴിലായിരിക്കും. ഗവൺമെന്റ് എന്ത് ചെയ്യും, ആവശ്യമുള്ള ആളുകൾക്ക് സംഗതികൾ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് കമ്മ്യൂണിസത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും ഇവിടെ സോഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഇവിടെ ഒരു തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവില്ല, വർഗ വിവേചനങ്ങളോ ഇവിടെ പണമോ ഇവിടെ രാജ്യം തന്നെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉട്ടോപ്യൻ, നമുക്ക് ഉട്ടോപ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം കമ്മ്യൂണിസം അവസാനം സ്വപ്നം കാണുന്ന അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡ് ഓർഡറിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ഒന്നാണ്. കാരണം മനുഷ്യർ തമ്മിൽ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുപോലെയുള്ള ഇക്വാലിറ്റി ഉള്ള, ഈക്വൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉള്ള, ഈക്വൽ എക്കണോമിക് ഡിവിഷൻ ഉള്ള, എക്കണോമി മാത്രമല്ല മറ്റ് ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഡിവിഷനുകളും ഇല്ലാതെ മനുഷ്യരെ എല്ലാവരും ഒരുപോലെ വസിക്കുന്ന, അപ്പൊ അങ്ങനെ ഒരുപോലെ വസിക്കുന്ന അവിടെ പണത്തിന്റെ ആവശ്യമില്ല. കാരണം മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ആര് കൊടുക്കും, സ്റ്റേറ്റ് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ സ്റ്റേറ്റ് തന്നെ ആവശ്യം ഉണ്ടാവില്ല. മനുഷ്യർ അത്രയും പുരോഗതിയിലെത്തിയാൽ പിന്നെ എന്ത് ചെയ്യണ്ട, അവനവൻ ആവശ്യമുള്ളത് അവനവൻ എടുക്കുക, മിച്ചമുള്ളത് അവിടെ ബാക്കി വെക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സമത്വ സുന്ദരമായ ഒരു ലോകമാണ് ബേസിക്കലി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. അതൊരു ഉട്ടോപ്യൻ സ്വപ്നമാണ്. പക്ഷെ എന്താണ്, അതിനുള്ള മാർഗമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോ സിംപ്ലി ഇത് നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു പൊളിറ്റിക് ക്ലാസ് അല്ല. അതേസമയം തന്നെ ബേസിക്കലി ഇതാണ് മാർക്സിസത്തിന്റെ, സോഷ്യലിസത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാർക്സിസം ഇസ് എ തിയറി. മാർക്സിസം ഒരു തിയറിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള തിയറിയാണ്? സോഷ്യലിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ്. ആൻഡ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോഷ്യലിസം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഡർ ആണ്, ഒരു എക്കണോമിക്കൽ ഓർഡർ ആണ്. ആൻഡ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. സോ ഒന്ന് തിയറിയാണ്, മാർക്സിസം ഇസ് എ തിയറി, സോഷ്യലിസം ഇസ് എ പ്രാക്ടിക്കൽ സൈഡ് ആൻഡ് കമ്മ്യൂണിസം ഇസ് എ ഡ്രീം. ഇതാണ് മൂന്നിൽ തമ്മിലുള്ള വ്യത്യാസം. ഇത് മൂന്നിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഇതിൽ സോഷ്യലിസത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എല്ലാ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളല്ല. ഇവിടെ സോഷ്യലിസ്റ്റ് സംഘടനകൾ വേറെയുണ്ട്. സോ ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ സോഷ്യലിസ്റ്റുകളായിരുന്നു. ഈക്വൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഈക്വൽ ഡിവിഷൻ ഓഫ് എക്കണോമി വേണമെന്ന് വാദിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യലിസവും കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുള്ളത്. സോ ഇത് ഒരു ബേസിക് കാര്യമാണ്, ഇത് നമുക്ക് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ആൻഡ് നമുക്ക് അറിയേണ്ടത് മാർക്സിസത്തിന്റെ ബേസ്. മാർക്സിസം പറയുന്നത് ലോകത്തെ എല്ലാ കാര്യങ്ങളും ത്തിൻ്റെയും ബേസ് എന്നുള്ളത് എക്കണോമിക് ബേസ് ആണ്. ഇതിൻ്റെ മേലെ ഒരു ബേസും സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. So according to Marxism, we have a base and we have a superstructure. And in this base, we have all the means of production, economic relation, bourgeois, proletariat, commodities. That is simply the market and the factories, the industry and market. ലോകത്തിൻ്റെ ബേസ് ആയിട്ട് നിലനിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഈ ബൂർഷ്വാ പ്രോലിറ്ററേറ്റ് ബന്ധമാണ് എന്നുള്ളതാണ് മാർക്സിസത്തിൻ്റെയും ബേസ്. ആൻഡ് ഈ എക്കണോമിക് ബേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഐഡിയോളജിക്കൽ സ്ട്രക്ചറിനെ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ,
culture, religion, education, politics, media, law, film, literature, art, എല്ലാം തന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എക്കണോമിക്സ് ആണ് എന്നാണ് മാർക്സിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ആൻഡ് ഈ ഐഡിയോളജി മേലെ കാണിക്കുന്ന ആ വിഭാഗത്തെ നമുക്ക് ഐഡിയോളജി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കൾച്ചർ എന്ന് വിളിക്കാം. ആൻഡ് ഈ കൾച്ചറാണ് പിന്നീട് എക്കണോമിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വൈസ് വേഴ്സ, എക്കണോമിക് ബേസ് ഷേപ്സ് ideological superstructure and this ideological superstructure maintains economic base, or simply that means base എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് this means of production ആണ്. ഇവിടെ പ്രൊഡക്ഷൻ നടക്കണം, ഇവിടെ ഉൽപാദനം നടക്കണം. ഉൽപാദനം നടക്കുമ്പോൾ മാത്രമേ ഇവിടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. നമുക്ക് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, വാട്ടർ വേണം, ഡ്രസ്സ് വേണം, എല്ലാം വേണം. അതാണ് ഇതിന്റെ ബേസിക് നീഡ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉൽപാദന ശക്തി, അതിന്റെ ഉൽപാദന പ്രക്രിയയാണ് സമൂഹത്തിന്റെ ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് പോകുന്ന അടിസ്ഥാന കാര്യം എന്നുള്ളത്. അതിന്റെ മേലെയാണ് നമ്മൾ ആർട്ടും ഫാമിലിയും കൾച്ചറും റിലീജിയനും ഫിലോസഫിയും ലോവും മീഡിയയും പൊളിറ്റിക്സും സയൻസും എഡ്യൂക്കേഷനും ഇങ്ങനെ കണ്ട എല്ലാ സംഗതികളും സൂപ്പർ സ്ട്രക്ചറാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എക്കണോമിയാണ്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്നാണ് മാർക്സിസം പറയുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ കാരണം ഈ സൂപ്പർ സ്ട്രക്ചറിൽ പെട്ടതാണ് ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ. അപ്പോൾ സിംപ്ലി ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് all ideological systems are products of real economic existence. എന്ന് വെച്ചാൽ ഈ ഐഡിയോളജിക്കൽ സിസ്റ്റം, ദാറ്റ് മീൻസ് നമ്മൾ മേലെ സൂപ്പർ സ്ട്രക്ചറിൽ പറഞ്ഞ മീഡിയ, ആർട്ട്, ലിറ്ററേച്ചർ, ലോ, കൾച്ചർ, റിലീജിയൻ, ഇതൊക്കെ തന്നെയും പ്രൊഡക്റ്റുകളാണ്. എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? സോഷ്യൽ ആൻഡ് ഇക്കണോമിക് എക്സിസ്റ്റൻസിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ വരുമ്പോൾ the legal system, for example, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, the legal system reflect the interest of dominant class in particular historical period rather than the manifestation of divine reason. So simply, as everything is the result of economic production, എല്ലാ കാര്യങ്ങളും എക്കണോമിക് പ്രൊഡക്ഷന്റെ റിസൾട്ട് ആണെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നിയമസംഹിതകൾ ഉണ്ടായിട്ടുള്ളത് ആരാണോ ഡോമിനന്റ് ക്ലാസ്, ആരാണോ ഇവിടെ അപ്പർ ക്ലാസ്, അവർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മാർക്സ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ആർട്ടും കൾച്ചറും റിലീജിയനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആരാണോ ഡോമിനന്റ് ക്ലാസ്, ആരാണോ ഭരണവർഗം, ആ ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ എല്ലാതരം സൂപ്പർ സ്ട്രക്ചർ, നമ്മൾ മേലെ പറഞ്ഞ സൂപ്പർ സ്ട്രക്ചർ, ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത് താഴെ നടക്കുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ബേസിലാണ് എന്നാണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളത്. സോ ദാറ്റ് ഈസ് to Marxism, ideology is the ruling ideas of a ruling class and all the belief system are the product of cultural conditioning. So എല്ലാം എന്തിന്റെ പ്രൊഡക്റ്റുകളാണ്? കൾച്ചറൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട്. ദാറ്റ് മീൻസ് ഇവിടെ ആശയം, ആദർശം എന്നൊക്കെ പറയുന്നത് ആരാണോ റൂള് ചെയ്യുന്നത്, ആരാണോ മേൽത്തട്ടിൽ നിൽക്കുന്നത്, ആരാണോ അപ്പർ ക്ലാസ് ആയിട്ട് നിൽക്കുന്നത്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടായ വിശ്വാസ സംഹിതകൾ, നിയമസംഹിതകളൊക്കെ ഈ എക്കണോമിക്സിന്റെ പ്രൊഡക്റ്റുകളാണെന്ന് പറയുന്നു. That is, all culture, religion, art, literature, etc. are not innocent, but are determined and shaped by the nature of economic base known as economic determinism. That is, ഇവിടെ നമുക്ക് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഇത് ഈ മാർക്സിസം ഇത്രയും പറയേണ്ട കാര്യം എന്താണ്? ദാറ്റ് മീൻസ് എല്ലാത്തിൻ്റെയും പിന്നിൽ എന്തുണ്ട്? ഈ ക്ലാസ് സ്ട്രഗിളും ഈ എക്കണോമിക് പ്രിൻസിപ്പലും ഇതിൻ്റെ ഒക്കെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനൊക്കെ നോക്കി കാണാൻ. ഈ കൾച്ചറിനെയും റിലീജിയനെയും ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും എല്ലാം വെറും ഇന്നസെന്റ് അല്ല. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്? മൂലധന താല്പര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് എക്കണോമിക് ബേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ്